ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് മൊസറല്ല ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാക്കറ്റ് പാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് വെച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് നമ്മൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നേരിട്ട് വാങ്ങുന്ന പശുവിൻ പാലാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇളം ചൂട് ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിം ആക്കാൻ മറക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ 4 ടേബിൾ സ്പൂണാണ് നമുക്ക് വിനെഗർ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഓരോ പ്രാവശ്യം വിനെഗർ ഒഴിക്കുമ്പോഴും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 3 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വിനെഗർ കൂടിയാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലാക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ പാലൊക്കെ പിരിഞ്ഞ് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കൂടി ഒരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അതിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോക്കി കൊടുക്കണം. ഓവറായിട്ട് വെള്ളം പോക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പോക്കി കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കുക. അതിലോട്ട് നമ്മൾ ചുടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നോർമൽ ചൂട് മതി കേട്ടോ, ഓവർ ചൂടാവേണ്ട. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്ത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി ഈ ഒരു ചട്ടകത്തിനോട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. ഇങ്ങനെ 4 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നോർമൽ വാട്ടർ എടുക്കുക. അതിലോട്ട് നമ്മൾ ആ ഒരു കട്ടായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനൊരു നല്ല പ്ലാസ്റ്റിക് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി നമുക്കത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത് കേട്ടോ. ഒരു 6-7 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മൊസറല്ല ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നാൽ നമുക്ക് പിസ്സ പിന്നെ അങ്ങനത്തെ ചീസ് ഉപയോഗിക്കുന്ന ഐറ്റംസിലൊക്കെ നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇടുന്നതാണ് ഈ മൊസറല്ല ചീസ് ഉപയോഗിച്ചിട്ടുള്ള. അപ്പോൾ നമ്മൾ ആ വീഡിയോസും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള മൊസറല്ല ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.